ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിരവധി എക്സാമുകളിൽ ആവർത്തിച്ച 10 ചോദ്യങ്ങളും അതിനോട് അനുബന്ധമായ കുറച്ച് വിവരങ്ങളും. ഡിഗ്രി എക്സാം, +2 എക്സാം, മറ്റ് LDC എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു 10 ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദിശ. ഇതൊരു 120 ദിവസ ബാച്ച് കോഴ്സാണ്. +2 മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിവരുന്ന ഈ ഒരു കോഴ്സിൽ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകൾ നടത്തി വരുന്നു. അടുത്ത ബാച്ച് കോഴ്സ് ദൗത്യമാണ്. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ദൗത്യം എന്ന ബാച്ച് കോഴ്സ്. പിന്നെ ജേതാവ്, ഇത് LDC മെയിൻ എക്സാമിനെയും LGS മെയിൻ എക്സാമിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ഒട്ടനവധി മോക്ക് ടെസ്റ്റ് സീരീസും നടത്തി വരുന്നു. ഈ മോക്ക് ടെസ്റ്റ് സീരീസിലൊക്കെ ഉയർന്ന മാർക്ക് മേടിക്കുന്നവർക്ക് ഒട്ടനവധി ഓഫേഴ്സും കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓഗസ്റ്റ് മാസത്തെ മെഗാ ബമ്പർ ഓഫർ എന്ന് പറയുന്നത് ഒരു 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം കൂടി സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി, റിച്ചാർഡ് വെല്ലസി. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്നു തന്നെ കേൾക്കുമ്പോൾ സൈനികൻ എപ്പോഴും ആരായിരിക്കണം? വെല്ലുവാൻ പ്രാപ്തനുള്ളവൻ ആയിരിക്കണം. അതായത് അവൻ വെല്ലുവിളിക്കാൻ പ്രാപ്തനാണ് എന്ന് ആ ഒരു ടേം വെച്ചൊന്ന് പഠിക്കുക. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നു ആരാണ്? റിച്ചാർഡ് വെല്ലസി. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം നോക്കാം. 1798 മുതൽ 1805 വരെയാണ്. 1798 മുതൽ 1805. ഇനി സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന വർഷം പ്രധാനം 1798, 798. ആ ഒരു പാറ്റേണിൽ ഒന്ന് ഓർത്തിരിക്കുക എന്നാണ് 1798. ഇനി ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവെച്ചു ആരാണ്? ഹൈദരാബാദ്. അപ്പോൾ നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദാണ് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ചത്. എന്താണ് ഇനി സൈനിക സഹായ വ്യവസ്ഥ? വേറെ ഒന്നുമല്ല, അതായത് ഒരു നാട്ടുരാജ്യം ഉണ്ടായിരിക്കും, അതിൽ നമ്മുടെ ബ്രിട്ടീഷ് സൈന്യമായിരിക്കും അവർ ഉണ്ടാവുക. അപ്പോൾ അതിൽ അവർക്കുള്ള ചിലവെല്ലാം വഹിക്കേണ്ടത് ഈ ഒരു നാട്ടുരാജാക്കന്മാരും ഇവരും ആണ്. അപ്പോൾ അതാണ് ആ ഒരു സൈനിക സഹായ വ്യവസ്ഥ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി റിച്ചാർഡ് വെല്ലസ്ലി, അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷണം പഠിക്കുക. ഇദ്ദേഹം ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷണം ചെയ്യിച്ച വ്യക്തിയാണ്. അപ്പോൾ ബംഗാൾ കടുവ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ, അതെല്ലാം മുൻകാല ചോദ്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരെന്ന് ചോദിച്ചാലും ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. ഇനി മറ്റ് അനുബന്ധം 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നു ആരാണ്? അത് കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആരാണ്? കോൺവാലിസ് പ്രഭു. അപ്പോൾ ഇവിടെ ഭൂനികുതി, അതായത് ഭൂമിയുടെ ഒരു ഭാഗം അതൊരു കോൺ ഷേപ്പിലാണ് ഉള്ളതെന്ന് ഓർക്കുക. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആരാണ്? കോൺവാലിസ് പ്രഭു. അതെന്നാണ് വർഷം 1793. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി ദത്തവകാശ നിരോധന നിയമം അതാരാ കൊണ്ടുവന്നേ? ഇത് ഓപ്ഷൻ സി, ഡൽഹൌസി. അപ്പോൾ ദത്തവകാശ നിയമം ആരാണ്? ഡൽഹൌസി. അതായത് ഡൽഹിയിൽ ദത്തവകാശം നിരോധന നിയമമാണ് എന്നെങ്കിലും ഓർക്കുക. അപ്പോൾ ഈ ഒരു 3 കോഡ് ഉപയോഗിച്ച് ഇത് ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. ഇനി ദത്തവകാശ നിരോധന നിയമം വർഷം കൂടി ഒന്ന് പഠിക്കുക. 1848. അപ്പോൾ സിമ്പിളായിട്ട് 3 വർഷങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഏതാണ് സൈനിക സഹായ വ്യവസ്ഥ? 1
1798 1798. ഇനിയുള്ളത് നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അത് 1793 8ൻ്റെ ഹാഫ് 3 എന്നെങ്കിലും ഓർക്കുക. പിന്നെയുള്ളത് ദത്തവകാശ നിരോധന നിയമം 1848. രണ്ടാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ കേരള കലാമണ്ഡലം, അതും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. സ്ഥാപകർ ആയിട്ടുള്ളത് വള്ളത്തോൾ നാരായണ മേനോൻ, പിന്നെയുള്ളത് മുകുന്ദരാജ, അതും പ്രത്യേകം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരുടെ സഹായത്തോടു കൂടിയാണ് കേരള കലാമണ്ഡലം സ്ഥാപകം ആയത്. അപ്പോൾ ആരൊക്കെയാണ്? വള്ളത്തോൾ നാരായണ മേനോൻ, മുകുന്ദരാജ. ഇനി എന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായത്? വർഷം പ്രധാനം 1930. എവിടെയാണ്? തൃശ്ശൂരിലെ ചെറുതുരുത്തി ഗ്രാമത്തിൽ വള്ളത്തോൾ നഗർ. അപ്പോൾ തൃശ്ശൂരിലെ ചെറുതുരുത്തി ഗ്രാമം, വള്ളത്തോൾ നഗർ. വർഷം എന്നാണ് 1930. ഇനി 1956 കേരള സംസ്ഥാനം നിലവിൽ വന്ന് അതിനോട് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് 1957 ഇത് കേരള സർക്കാർ ഏറ്റെടുത്തു. ഇനി ഈ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. വർഷം പ്രധാനം എന്നാണ്? 2007. അപ്പോൾ പഠിക്കുക. അപ്പോൾ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു എന്നാണ് 2007. ഇനി ഈ കേരള കലാമണ്ഡലം സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കാം. ആരാണ്? ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, കാന്തല്ലൂർ ശാല. അപ്പോൾ ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്നു ഏതാണ്? കാന്തല്ലൂർ ശാല. ഇനി ഈ കാന്തല്ലൂർ ശാലയും ഈ പാർത്ഥിവപുരം ശാലയും സ്ഥാപകൻ ആരാണ്? കരുനന്ദടക്കൻ. അപ്പോൾ കരുനന്ദടക്കനാണ് ഇത് രണ്ടും സ്ഥാപിതമായത്, കാന്തല്ലൂർ ശാലയും നമ്മുടെ പാർത്ഥിവ ശേഖരപുരം ശാലയും. അടുത്ത ചോദ്യം, വിഷകന്യക എന്ന നോവൽ എഴുതിയതാര്? അപ്പോൾ നോവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം SK പൊറ്റേക്കാടൻ തന്നെ ഓർമ്മ വരും. അപ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ, SK പൊറ്റേക്കാട്. അപ്പോൾ വിഷകന്യക എന്ന നോവൽ എഴുതിയത് ആരാണ്? SK പൊറ്റേക്കാട്. ഈ നോവൽ എന്നാ പബ്ലിഷ് ചെയ്തത്? 1948. ഇനി SK പൊറ്റേക്കാടിനെ കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരും ഏതൊക്കെയാണ്? ഒരു ദേശത്തിൻ്റെ കഥ. അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ ആരുടേതാണ്? SK പൊറ്റേക്കാട്. അതിനോടൊപ്പം ഒരു തെരുവിൻ്റെ കഥയും കൂടി ഉണ്ടെന്ന് ഓർക്കുക. ഇദ്ദേഹത്തിൻ്റെ പ്രധാന നോവൽ PSC ചോദിച്ചിട്ടുള്ളത് മൂടുപടം. ഒന്നേതാണ്? മൂടുപടം. 2 നാടൻ പ്രേമം. 3 പ്രേമശിക്ഷ. പിന്നുള്ളത് ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, കുരുമുളക്. അപ്പോൾ ഇതെല്ലാം SK പൊറ്റേക്കാട് എഴുതിയ നോവലുകളാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടി ഒന്ന് പഠിക്കുക. ഏതാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ. എൻ്റെ വഴിയമ്പലങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ഒരു യാത്രാ വിവരണ നോവലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വഴിയമ്പലങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കോഡിലൊന്ന് കണക്ട് ചെയ്ത് ഓർക്കുക. ഏതാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ ബി, ട്രിഗേലി. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ UNOയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗേലി. എങ്കിൽ പറയുക, ഇപ്പോഴത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ഇനി രണ്ടാമത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ആരാണ്? ഡാഗ് ഹാമർഷോൾഡ്. ഇനി UNO എന്നാണ് നിലവിൽ വന്നത്? വർഷം പ്രധാനം 1945 ഒക്ടോബർ 24. UN ദിനം എന്നാണ് ഒക്ടോബർ 24. UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ആപ്തവാക്യം കൂടി പഠിക്കുക. ഇത് നിങ്ങളുടെ ലോകമാണ്. UNO അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ചോദിച്ചാൽ 6. അവസാനം അംഗീകരിച്ച ഭാഷ ഏതെന്ന് ചോദിച്ചാൽ അത് അറബിക്. അടുത്ത ചോദ്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകി ആരാണ്? സഹോദരൻ അയ്യപ്പൻ.
സഹോദരൻ അയ്യപ്പനെ കുറിച്ച് PSCയുടെ ചോദ്യങ്ങൾ. ആധുനിക പ്രസംഗ സംവിധാനത്തിൻ്റെ പിതാവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇദ്ദേഹത്തെ അയ്യപ്പൻ മാസ്റ്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം. വർഷം എന്നാണ് 1917. അപ്പോൾ സഹോദര സംഘം സ്ഥാപിച്ചു എന്നാണ് 1917. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. അപ്പോൾ വേലക്കാരൻ പ്രസിദ്ധീകരിച്ചു ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഏറ്റവും പ്രധാനം മിശ്രഭോജനം നടത്തിയ നേതാവ് ആരാണ്? നവോത്ഥാന നേതാവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. എവിടെ വച്ചാണ്? ചേറായി. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന സ്ഥാപിച്ചു ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഇത്രയും ഇദ്ദേഹത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. അപ്പോൾ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. യുനെസ്കോ എന്താണ്? യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. എന്താണ്? യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോ സ്ഥാപിതമായ S4 45 1945 നവംബർ 16 എന്നാണ്. നവംബർ 16. ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? ഓഡ്രി അസോളെ. അപ്പോൾ അസോളെ എന്നെങ്കിൽ പഠിക്കുക. യുനെസ്കോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ അസോളെ. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഈ യുനെസ്കോയാണ്. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നു ആര്? യുനെസ്കോ. അപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾ നമുക്ക് വീക്ഷിക്കുവാൻ കൊടുക്കേണ്ട ഫീസ് ഇപ്പോൾ എത്രയാണ്? നേരത്തെ 10 രൂപ ആയിരുന്നത് 30 രൂപയും 5 രൂപ ആയിരുന്നത് 15 രൂപയും ആക്കിയിട്ടുണ്ട്. ഇനി ഈ യുനെസ്കോയുമായി ബന്ധപ്പെട്ടതാണ് ഈ പുസ്തക തലസ്ഥാനം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുക. 2021 പുസ്തക തലസ്ഥാനം എവിടെയായിരുന്നു? ടിബിലിസി, ജോർജിയ. ടിബിലിസി അത് കറണ്ട് അഫയേഴ്സിൽ പഠിക്കുക. ടിബിലിസി, ജോർജിയ. 2020 എവിടെയായിരുന്നു? കോലാലംപൂർ, മലേഷ്യ. 2021 ടിബിലിസി, ജോർജിയ. ലിസി എന്നെങ്കിലും പഠിക്കുക. അടുത്ത ചോദ്യം, ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ്? 1936. അപ്പോൾ 6 3 9 199 എന്നെങ്കിൽ പഠിക്കുക. 1936. ഇനി PSC ആവർത്തിക്കുന്ന കുറച്ച് വർഷങ്ങളുണ്ട്, അതൊന്ന് വ്യക്തമായി തന്നെ പഠിക്കണം. ആദ്യം തൊട്ട് ഒരു ഓർഡറിൽ നോക്കാം. 5 തെങ്ങ് കലാപം 1697. 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കലാപം എന്നാണ് 1697. ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപം ഏപ്രിൽ 15. അതും ഒന്ന് ഡേറ്റ് വിത്ത് ഓർക്കുക. അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721. കുറിച്യ കലാപം 1812. നേതാവ് ആരാണ്? രാമനമ്പി. 1812. ഇനി പഠിക്കുക. തളിക്ഷേത്ര പ്രക്ഷോഭം എന്നാണ്? 1917. മലബാർ ലഹള അല്ലെങ്കിൽ വാഗൺ ട്രാജഡി അല്ലെങ്കിൽ പൂക്കോട്ടൂർ സമരം ഇതെന്നാണ് വർഷം? 1921. പൂമാവ എന്ന് പഠിക്കുക. പൂക്കോട്ടൂർ, മലബാർ കലാപം, വാഗൺ ട്രാജഡി 1921. എങ്കിൽ പറയുക വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ്? 1931. നിവർത്തന പ്രക്ഷോഭം +1 2 1932. മൊറാഴ ഭൂസമരം 1940. കയ്യൂർ സമരം 1941. പുന്നപ്ര എത്രയാണ്? 1946. കരിവള്ളൂർ സമരവും 1946. കരിവള്ളൂർ സമര നായിക ആരാണ്? ദേവയാനി. ഇനി തോൽവിറക് സമരവും 1946 തന്നെയാണ്. കാസർഗോഡ് ജില്ല. അതിൻ്റെ സമരനായിക ആരാണ്? കാർത്യായനി അമ്മ. ഇനി കുട്ടംകുളം സമരം 1946. പാലിയം സത്യാഗ്രഹം 1947-48. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. അപ്പോൾ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു ആരാണ്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി ആരാണ്? IK കുമാരൻ മാസ്റ്റർ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത 10 ചോദ്യങ്ങൾ. ബാക്കിയുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.